Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Assalatu wassalamu ala ashrafil mursalin wa ala alihi wa ashabihi ajma'in. Wa man tabi'ahum bi ihsanin ila yawmiddin. ബഹുമാനരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആൻ തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ച ഒരു സംഗതിയുണ്ട്. തഖ്വ നമുക്കറിയാം, നോമ്പിന്റെ തന്നെ ഒരു ലക്ഷ്യമായിട്ട് അള്ളാഹു നിശ്ചയിച്ച ഒരു സംഗതിയാണ് തഖ്വ. അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മത, അവന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഓർമ്മ, ആ ഒരു ബോധ്യത്തിൽ നിന്ന് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാക്കി തീർക്കുന്ന ഒരവസ്ഥയ്ക്കാണ് തഖ്വ എന്ന് പറയുക. അപ്പൊ ആ തഖ്വയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഒരു സംഗതിയെ പരിചയപ്പെടുന്നു. 5-ാമത്തെ അധ്യായമായ സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു അത് ഇങ്ങനെ പറയുന്നുണ്ട്: യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് മുറുകെ പിടിക്കുന്നവരാവുക. ശുഹദാ ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാവുക. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഏതെങ്കിലും ഒരു ജനതയോടുള്ള വിദ്വേഷം, വിരോധം അവരോട് നീതി പ്രവർത്തിക്കാതിരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയരുത്. എന്ന് പറഞ്ഞാൽ അവരോട് നിങ്ങൾ എന്തെങ്കിലും വിരോധമുണ്ടെങ്കിലും നീതി പ്രവർത്തിച്ചേ മതിയാകൂ. യഅ്ദിലു, നിങ്ങൾ നീതി പിൻപറ്റുക, നീതി മുറുകെ പിടിക്കുക. ഹുവ അഖ്റബു ലിത്തഖ്വ, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അപ്പോ നീതി പ്രവർത്തിക്കുക, നീതി പറയുക, നീതിക്ക് വേണ്ടി നിലകൊള്ളുക, ഇതൊക്കെ തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. തഖ്വ എന്ന് നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക ഇബാദത്തുകൾ, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, അതുപോലെ സദഖകൾ, ഇങ്ങനത്തെ ആരാധനാ കർമ്മങ്ങളിലുള്ള ഒരു തഖ്വയെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ അല്ലാഹു അതൊന്നുമായും ഒരു ബന്ധമില്ലാത്ത, നമ്മൾ തികച്ചും പലപ്പോഴും ഭൗതികം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സംഗതി, ആളുകളുമായി സംസാരിക്കുമ്പോഴുള്ള നീതിയുടെ വർത്തമാനം, ആളുകളുമായി ഇടപഴകുമ്പോഴുള്ള നീതിക്ക് വേണ്ടി നിലകൊള്ളുക, ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നാം ആരുടെയെങ്കിലും പക്ഷം പിടിക്കേണ്ടി വരികയാണെങ്കിൽ അവിടെ സംസാരിക്കേണ്ട രീതി, ഇതിനെക്കുറിച്ചൊക്കെ അള്ളാഹു പറയുന്നത് അത് നീതിപൂർവം ചെയ്യണം എന്നതാണ്. സൂറത്തുൻ നിസാ 4-ാമത്തെ അധ്യായം ഖുർആനിലെ 135-ാമത്തെ അതിന്റെ ഒരു ആയത്തിൽ, സൂക്തത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്: യാ അയ്യുഹല്ലദീന ആമനൂ, ഈ പറഞ്ഞത് തന്നെ വേറെ തിരിച്ചു പറയണം. സത്യവിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവുക. ശുഹദാ ലില്ലാഹ്, അള്ളാഹുവിന് സാക്ഷ്യം വഹിക്കുന്നവരാവുക. വലൗ അലാ അൻഫുസിക്കും, ആ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതും അള്ളാഹുവിന് സാക്ഷ്യം വഹിക്കുന്നതും നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും, അവിൽ വാലിദൈൻ, അല്ലെങ്കിൽ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും, വൽ അഖ്റബീൻ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കെതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതിയുടെ പക്ഷം വിട്ട് കളിക്കരുത്, ആ മാർഗത്തിൽ നിന്ന് നിങ്ങൾ ദൂരേക്ക് പോകരുത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ ഇസ്ലാമിൽ എത്രമാത്രം ഇതിന് ഒരു പ്രാധാന്യമുണ്ട്. നമ്മൾ ഒരു സമൂഹം എന്നുള്ള നിലക്ക്, മുസ്ലിങ്ങൾ ഒരു വിഭാഗം എന്നുള്ള നിലക്ക് ഏറ്റവും കൂടുതൽ പാലിക്കേണ്ട ഒരു തത്വത്തെക്കുറിച്ചാണ് അള്ളാഹു അത് തഖ്വയാണ് എന്ന് പറഞ്ഞത്. ഈ നോമ്പ് കൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു ഗുണമാണല്ലോ തഖ്വ. അപ്പൊ തഖ്വയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ഒരു ഗുണത്തെക്കുറിച്ച് കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കണം. നമുക്ക് സമൂഹത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തേണ്ടി വരും. ആളുകളുമായി ഇടപാടുകൾ നടത്തണം, ഇടപെടലുകൾ നടത്തണം, പ്രശ്നങ്ങളിൽ ഇടപെടണം. നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ, സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ, അയൽവക്കക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ, പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പല നിലപാടുകളും നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അവിടെയൊക്കെ നീതിയുടെ നിലപാട് സ്വീകരിക്കുക, എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളുള്ളവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കേണ്ട പ്രശ്നം വരിക. ഇവിടെയാണ് വാസ്തവത്തിൽ നമ്മുടെ തഖ്വ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത്. നമസ്കാരത്തിലെ തഖ്വ, നോമ്പിലെ തഖ്വ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ എത്ര നേരം വേണമെങ്കിലും പ്രസംഗിക്കാം, അതിനെക്കുറിച്ച് പറയാം. പക്ഷേ അതിനേക്കാളൊക്കെ തഖ്വ വേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു സംഗതിയാണ് ഇത്. മറ്റേ തഖ്വ പ്രാധാന്യമുള്ളതല്ല എന്നല്ല പറയുന്നത്, മറിച്ച് തഖ്വ ശരിക്കും പരീക്ഷിക്കപ്പെടുന്നത് ഇത്തരം ഒരു വിഷയത്തിലാണ്. ഒരു സ്വത്ത് വിഭജനത്തിന്റെ സന്ദർഭത്തിൽ നമുക്ക് ന്യായമായി ലഭിക്കേണ്ട നമ്മുടെ വിഹിതം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട വിഹിതം, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവുകയും അത് വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ട രൂപത്തിൽ വകവെച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത്
തഖ്വയുടെ ഏറ്റവും ഉന്നതമായ വിധാനമാണ്. പലപ്പോഴും ആളുകൾക്ക് സാധിക്കാതെ പോകുന്നത് നമ്മൾ കാണുന്നു. മതപരമായി വളരെ മുന്നിലാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നീതിയുടെ വർത്തമാനം അവരിൽ നിന്ന് കേൾക്കുക പോലും ചെയ്യാത്ത സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. നമ്മളത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. നമ്മൾ സാധാരണഗതിയിൽ പരിശുദ്ധ ഖുർആനെ കുറിച്ച് ഖുർആനിൽ ഒരുപാട് ജൂതന്മാരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചുമൊക്കെ പരാമർശങ്ങളുണ്ട്. പക്ഷെ ഒരു സിറ്റുവേഷൻ, ഒരു ഖുർആനിലെ ഒരു പരാമർശത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുക. സൂറത്തുൻ നിസാ ഞാൻ പറഞ്ഞു 4-ാമത്തെ അധ്യായം, അതിൽ 105 മുതൽ 113 വരെയുള്ള 9 ആയത്തുകൾ, അതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു നോക്കുക. സൂറത്തുൻ നിസായിലെ 105 മുതൽ 113 വരെയുള്ള 9 ആയത്തുകൾ അതാർക്ക് വേണ്ടി അവതരിച്ചു എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ജൂതന് വേണ്ടി അവതരിച്ചതാണ്. പലപ്പോഴും ജൂതന്മാർ മുസ്ലിങ്ങളുടെ ആജന്മ ശത്രുക്കളാണ് എന്നാണ് പ്രത്യേകിച്ച് ഫലസ്തീൻ പ്രശ്നമൊക്കെ വെച്ചിട്ട് ആളുകൾ ചിന്തിക്കുക. പലപ്പോഴും ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് ശത്രുതയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ശത്രുതയുടെ ഒരു കാലഘട്ടമൊക്കെ നിലനിൽക്കെ തന്നെ, അങ്ങനത്തെ ഒരു മതപരമായ ഒരു വിരോധവും ഒക്കെ നിലനിൽക്കെ തന്നെ പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് 9 വിലപ്പെട്ട ആയത്തുകൾ അള്ളാഹു ചെലവഴിച്ചത് ഒരു ജൂതന്റെ നിരപരാധിത്വം തെളിയിക്കാനാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, വളരെ ചുരുക്കി പറഞ്ഞാൽ, ഒരു മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾ മറ്റൊരാളുടെ പടയങ്കി മോഷ്ടിച്ചു. അന്നത്തെ കാലഘട്ടത്തിൽ വളരെ വിലപിടിപ്പുള്ളതാണ് പടയങ്കി, യുദ്ധത്തിന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന സാധനം, ആർമർ എന്ന് പറയുന്ന ആ സാധനം. അത് മോഷ്ടിച്ചിട്ട് ഇയാള് പിടിക്കപ്പെടുമെന്നായപ്പോ ഈ മോഷ്ടിക്കപ്പെട്ട പടയങ്കി ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് അതിനനുസരിച്ച് തെളിവുകൾ ഉണ്ടാക്കി. ആ പടയങ്കി കൊണ്ടുപോയ വഴിക്ക് അനുസരിച്ചിട്ടുള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കി. സ്വാഭാവികമായിട്ടും ഈ പടയങ്കി പിന്നീട് കണ്ടെടുക്കപ്പെട്ട ജൂതന്റെ അടുത്ത് നിന്നാണ്. അങ്ങനെ ജൂതനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. പ്രവാചകൻ അതനുസരിച്ച് തെളിവുകളുടെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂതനെതിരെ വിധി പുറപ്പെടുവിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവതരിപ്പിച്ച 9 ആയത്താണത്. ആയത്തിൽ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ ശക്തമായി ആവശ്യപ്പെടുന്നു, ഇന്ന അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, തീർച്ചയായും നാം താങ്കൾക്ക് ഈ വേദഗ്രന്ഥം സത്യപൂർവ്വം അവതരിപ്പിച്ചിരിക്കുന്നു. ലിയഹ്കുമ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി. ബിമാ അറാഖ്, അള്ളാഹു കാണിച്ചു തന്ന രൂപത്തിൽ നീതിപൂർവ്വം വിധി കൽപ്പിക്കാൻ വേണ്ടി. വലാ തകുൻ ലിൽ ഖായിനീന ഖസീമ, വഞ്ചകർക്ക് സാക്ഷി നിൽക്കുന്ന അല്ലെങ്കിൽ വഞ്ചകർക്ക് അനുകൂലമായി കക്ഷി ചേരുന്ന ഒരാളായിട്ട് താങ്കൾ മാറരുത് എന്ന് പറയുന്നു. അവിടെ വഞ്ചകൻ എന്ന് വിളിച്ചത് മുസ്ലിങ്ങളിൽപ്പെട്ട സ്വന്തം അനുയായികളിൽപ്പെട്ട ഒരാളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പ്രവാചകനെ താക്കീത് ചെയ്യുന്നത്. എന്നിട്ട് ആ ജൂതനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ അവതരിക്കുന്നു. ഇത് നമ്മളോട് പറഞ്ഞു തരുന്നു, ഒരു യുദ്ധത്തിന്റെ ഘട്ടത്തിൽ പോലും, വളരെ ശത്രുത നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും നീതി എവിടെയാണോ അവിടെ ആ പക്ഷം പിടിക്കാൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ്. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ മഖ്സൂമി ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷ്ടിച്ചു. അപ്പൊ മോഷണത്തിന് ഖുർആനിക വിധി അനുസരിച്ച് കൈ ഛേദിക്കുക എന്നുള്ളതാണ്. അതിന്റെ ന്യായവും അന്യായവും ഒക്കെ നമുക്ക് ചർച്ച ചെയ്താൽ ഒരുപാട് വേറെ തന്നെ ചർച്ച ചെയ്യാനുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചല്ല ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ പറയുന്നത് കൈ മുറിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിലെ ആ വിധി. ആ വിധി നടപ്പാക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ കുറച്ചാളുകൾ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട്, പ്രവാചകന്റെ അടുക്കൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ശുപാർശയ്ക്ക് വേണ്ടി വരുന്നു. അങ്ങനെ ഉസാമ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ ചെന്നിട്ട് ആ മഖ്സൂമി ഗോത്രത്തിലെ സ്ത്രീക്ക് വേണ്ടി ശുപാർശ പറയുന്നു. അവിടെ വെച്ച് പ്രവാചകന്റെ കണ്ണ് ചുവന്ന് ദേഷ്യം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ ഒരു പ്രസ്താവന നടത്തിയാണ്. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? എന്റെ മകൾ ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ, അവളാണ് മോഷ്ടിച്ചതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ നശിപ്പിച്ചത് അവരിലെ മാന്യന്മാർ കുറ്റം ചെയ്താൽ അവർ വെറുതെ വിടുകയും, പാവപ്പെട്ട ആളുകൾ ചെയ്താൽ, ദരിദ്രരായ ആളുകൾ ചെയ്താൽ അവരെ ശിക്ഷിക്കുകയും അവരുടെ മേൽ ശിക്ഷാവിധി നടപ്പാക്കുകയും ചെയ്യുമായിരുന്നു. ഇതാണ് അവരെ നശിപ്പിച്ചത്. വളരെ ശക്തവും കണിശവുമായിരുന്നു പ്രവാചകന്റെ നിലപാട്. അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഗവർണറുടെ മകനെ ശിക്ഷിച്ചിട്ടുണ്ട്. ഗവർണറെയും ശിക്ഷിച്ചു. കാരണം ആ മകനുമായി വേറൊരാൾ ഓട്ട മത്സരം നടത്തുകയും ഓട്ടത്തിൽ ഗവർണറുടെ മകൻ തോൽക്കുകയും ചെയ്തതിന്റെ പേരിൽ ഈ മകൻ മറ്റേ ആളെ അടിച്ചു. ആ അടിച്ചത് പരാതി ബോധിപ്പിക്കാൻ വന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗവർണറെയും മകനെയും വിളിപ്പിച്ചു. എന്നിട്ട് രണ്ടാളെയും അടിച്ചിട്ട് പറഞ്ഞു, ഈ മറ്റേ മനുഷ്യനെ കൊണ്ട് തന്നെ അടിപ്പിച്ചു. ആദ്യം അടികൊണ്ട ആളെ കൊണ്ട് തന്നെ അടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നു മുതലാണ് ജനങ്ങളെ അടിമകളാക്കിയത്?
അവരുടെ മാതാക്കൾ അവരെ സ്വതന്ത്രരായിട്ടാണല്ലോ പ്രസവിച്ചത്. ഇത് നീതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുപോലെ തന്നെ അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ജൂതനുമായിട്ട് അദ്ദേഹത്തിന് തർക്കമുണ്ടായി. അദ്ദേഹത്തിന്റെ പടയെങ്കിൽ ജൂതൻ കൈവശപ്പെടുത്തി. പക്ഷേ തെളിവുകളില്ല അലി റളിയല്ലാഹുവിന്റെ അടുക്കൽ. തെളിവുകളില്ലാതെ തന്നെ കേസ് മറ്റേ കോടതിയിൽ പോയി. ഖാലി ഷുറൈഹാണ് വിധി പറഞ്ഞത്. നോക്കുമ്പോൾ ഖലീഫയ്ക്ക് എതിരാണ് വിധി. കാരണം ഖലീഫയുടെ അടുത്ത് തെളിവില്ല. ആ വിധി കേട്ട ജൂതൻ പറഞ്ഞു, ഈ ഈ പടയെങ്കിൽ താങ്കളുടേതാണെന്ന് എനിക്കറിയാം, ഞാനാണത് മോഷ്ടിച്ചത്. പക്ഷെ ഈ വിധി തെളിവുകളില്ലാത്തതിന്റെ പേരിൽ ഖലീഫയെ വാദത്തെ തള്ളിക്കളഞ്ഞ ഈ കോടതി വിധി എന്റെ കണ്ണു തുറപ്പിച്ചിരിക്കുന്നു. ഈ ഇസ്ലാമിന്റെ നീതിയിലേക്ക് വരാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു. നാം മനസ്സിലാക്കുക, ഇസ്ലാം ലോകത്തിന്റെ നെറുകയിൽ നിന്ന് നേതൃത്വം വഹിച്ച ഒരു കാലഘട്ടത്തിലെ ഒരിക്കലും അസ്തമിക്കാത്ത നല്ല ശോഭനമായ ചിത്രങ്ങളാണിത്. ഈ ചിത്രങ്ങൾ, ഈ രംഗങ്ങൾ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ കടുകിട വ്യതിചലിക്കാത്ത നീതിബോധത്തിൽ നിന്നാണ് ഇതുണ്ടായത്. നമ്മൾ എന്ന് ഈ നീതിബോധത്തിന്റെ വക്താക്കളാകുന്നുവോ അന്ന് അള്ളാഹു നമ്മെ വീണ്ടും ഉന്നതിയിലെത്തിക്കും. നമുക്കെതിരിലാണെങ്കിൽ പോലും, നമ്മുടെ മാതാപിതാക്കൾക്കെതിരിലാണെങ്കിലും ബന്ധുക്കൾക്കെതിരിലാണെങ്കിൽ പോലും നീതിയുടെ വർത്തമാനം പറയാൻ നമ്മൾ തയ്യാറാവുക. അവകാശങ്ങൾ കിട്ടേണ്ടവർക്ക് അത് വകവെച്ചു കൊടുക്കുക, അതിനുവേണ്ടി പോരാടുക. ഇതൊരു മുസ്ലിമിന്റെ ജീവിത ദൗത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.